എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അങ്ങനെ ഞാനൊരു സ്ഥലം വരെ പോവുകയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരിടമാണ്. അത് വഴിയെ കാണിക്കാം. ഇത് നമ്മുടെ പട്ടാമ്പി സ്റ്റാൻഡാണ് കേട്ടോ. സ്റ്റാൻഡിൽ നിന്ന് അങ്ങനെ ഇത് നമ്മുടെ നിളയാണ്, ഭാരതപ്പുഴയാണ്, പട്ടാമ്പി പുഴയാണ് നമ്മുടെ സ്വന്തം. നിള പോലെയാണ് ഞാൻ, ഒഴുകാനാവുന്നില്ല, ആരോ എന്നെ കോരിയെടുക്കുന്നു. ഇതാരുടെ വരികളാണെന്ന് ചെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ കോരി എടുത്തിട്ടിരിക്കണ്ടില്ലേ നിളയെ. ഇനി എങ്ങോട്ടാണ് എന്താണെന്ന് അറിയില്ല. പ്രളയം വന്നു കഴിഞ്ഞതൊക്കെ ശരിയാവും. അങ്ങനെ ഇതെന്താ അല്ലു പറയുന്നത്, വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അവനെന്തോന്ന് കാണിച്ചു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിൽ തന്നെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനെ ഞങ്ങളിതാ ഗുരുവായൂർ ഉണ്ണിക്കണ്ണനെ കാണാൻ പോവാണ് കേട്ടോ. അതിന് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അല്ലു ആയിരുന്നു ഒന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കമൻറ്റ് ബോക്സ് ഓണല്ല. അപ്പോൾ ഇനി കമൻറ്റൊക്കെ അതിൻ്റെ ഇവിടെ ഇടാം, ഈ കമൻറ്റ് ബോക്സിലിടാം കേട്ടോ. അങ്ങനെ ഗുരുവായൂരിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ടായിരിക്കും. നമ്മൾ അവിടെ എത്തിയിട്ട് നമുക്ക് സൈഡിൽ കൂടെ ഉള്ളിലോട്ട് കയറാനുള്ളതുണ്ട്. അവിടെ ഫോണൊന്നും അലൗഡല്ല കേട്ടോ. ഇവിടെ ഈ ഭാഗത്തൊന്നും ഫോട്ടോ അലൗഡായിരുന്നു, വീഡിയോ അലൗഡായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി 2-3 മാസം മുമ്പ് ഞാൻ പോയപ്പോൾ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. പല പ്രശ്നം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ തൊഴുത് വന്നു. ഏകദേശം ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഉള്ളിൽ കയറിയിട്ട് 1:30ക്കാണ് ഞാൻ പുറത്തിറങ്ങിയിട്ടോ. അത്രയും തിരക്കാണ്. ഇനി വിഷുവാണ്, വെക്കേഷനാണ്. ഇനി അങ്ങോട്ട് നോക്കണ്ട. അല്ലെങ്കിലോ എന്നും തിരക്കാണ് ഉണ്ണിക്കണ്ണനെ കാണാൻ. ഞാൻ ഇവിടെ വരുന്നത് എനിക്കൊരു എന്താ പറയുക, മനസ്സിനൊരു സമാധാനം കിട്ടാറുണ്ട്. എനിക്ക് ഈ ഒരു പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിരുന്ന് ചുമ്മാ എനിക്ക് മനസ്സ് തുറന്ന് ഇങ്ങനെയൊന്ന് പറഞ്ഞാൽ മതി. അത് അവിടെ നിന്ന് എനിക്ക് എന്ത് കിട്ടും എന്നല്ല, എനിക്ക് മനസ്സിനൊരു സമാധാനം എനിക്ക് കിട്ടുന്ന ഒരു സ്ഥലം പറയുന്നത് ഗുരുവായൂരാണ് കേട്ടോ. എനിക്ക് ഞാൻ ഇന്ന് പോയപ്പോൾ ആളെ കണ്ടിട്ടൊന്നുമില്ല. എന്നാൽ അത്രയും തിരക്കായിരുന്നു. എന്നാലും ഞാൻ പറയേണ്ടതും ഞാൻ ചെയ്യേണ്ടതൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതല്ലു ഇവിടെ വന്ന് ഓടിക്കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവനിവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ ഓടിക്കളിക്കുക. അത്രയും സ്പേസാണ് അവിടെ. നമുക്ക് തിരക്കിൻ്റെ ഉള്ളവനെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കാണത്തില്ല. ഇത് നമ്മുടെ താമരക്കണ്ണൻ, വെണ്ണക്കണ്ണൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു മ്യൂറൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പുതുതായിട്ട് മ്യൂറൽ വരച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് നോക്കി നിൽക്കാനൊക്കെ. അല്ലുവിനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ അവിടെ നിർത്തിയെടുത്തു കേട്ടോ. നമുക്കിപ്പോൾ അവിടെ നിൽക്കാനൊന്നും സ്പേസില്ല. അവിടെയൊക്കെ അങ്ങനെ കമ്പി കൊണ്ടൊക്കെ അങ്ങോട്ട് അവലോടെ ആക്കിയില്ല. ഇപ്പോൾ പണ്ട് അവിടെയൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഫുഡ് കഴിക്കാനൊക്കെ വന്നു. ഒരു ചെറിയൊരു സദ്യ കഴിച്ചിട്ട് ഏകദേശം 2 മണിക്കാണ് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയി, വാങ്ങിക്കാനല്ല കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇവിടെ അല്ലുവിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ വീട്ടിലത്തെ വേണമെങ്കിൽ അവിടെ കൊണ്ടുപോയി വിൽക്കാം. അത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളതൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് പോകുന്നു. മറ്റൊരു ഭാഗത്ത് ഒരു കൂട്ടം ഉണ്ണിക്കണ്ണന്മാർ. അതിലുപരിയാണ് ആ വിഘ്നേശ്വരൻ്റെ കണ്ണ് കണ്ടത്. ഒരു ഭംഗിയാണ് കാണാൻ. അതുപോലെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ഒരുപാട് ഉണ്ണിക്കണ്ണന്മാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതിനെ കണ്ടു നിൽക്കാൻ ഭയങ്കര രസമാണ്. ഓരോരുത്തർക്കും ഓരോ ഭാവങ്ങളാണ് മുഖത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. അത് നിങ്ങൾക്കും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഞാനും. വെണ്ണക്കണ്ണനായിട്ടും ഉണ്ണിക്കണ്ണനായിട്ടും താമരക്കണ്ണനൊക്കെ ആയിട്ട് ഓരോരുത്തരുടെ മനസ്സിലിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ആൽമരത്തിൻ്റെ ഊഞ്ഞാലിരിക്കുന്നത് കണ്ടില്ലേ. അതുപോലെ കുഴലൂതിയിരിക്കുന്ന ആൽമരത്തിൻ്റെ ചുവട്ടിൽ മഞ്ചാടിയിൽ. ഇതൊക്കെ വിഷുവായിട്ട് പുതിയ അപ്ഡേഷൻസൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ. പക്ഷെ നല്ല റേറ്റ്. നമ്മൾ വല്ലാതെ നോക്കി നിൽക്കും അവിടെ, പക്ഷെ വാങ്ങിക്കില്ല. നല്ല റേറ്റാണ്. ചെറിയ വിഗ്രഹത്തിന് പോലും നല്ല റേറ്റ് ഉണ്ട്. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഇവിടോട്ട് തന്നെ വന്നു. അല്ലു നേരത്തെ പറഞ്ഞില്ലേ, അത് ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കാണാനല്ല, ഈ ഒരു കടലാസ് പൂ ഇങ്ങനെ അതിന് ചോട്ടിൽ വരാൻ വേണ്ടിയിട്ടാണ് അവൻ പറഞ്ഞത്. അപ്പോൾ വീണ്ടും ഞങ്ങൾ തിരിച്ച് ഇവിടേക്ക് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, അവൻ്റെ കുറച്ച് നേരം സന്തോഷമില്ലേ, നമുക്ക് കാണുമ്പോൾ അതിലേറെ സന്തോഷം. അപ്പോൾ അവനോട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് തിരിച്ചു പോകുന്നത്. അടുത്ത മാസം ഇവിടെ വരാൻ പറ്റും എന്ന ഒരു പ്രാർത്ഥനയോടും പ്രതീക്ഷയോടെ വീണ്ടും അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഇത് നമ്മുടെ നിളയോട് ചേർന്ന് കിടക്കുന്നതാണ് നമ്മുടെ ഗുരുവായൂർ. അതായത് ചെറിയ ഗുരുവായൂർ, പട്ടാമ്പി ഗുരുവായൂർ എന്നൊക്കെ പറയും. വലിയ ഗുരുവായൂരിൽ പോകാൻ പറ്റാത്തവർ ഇവിടെ എന്തെങ്കിലും വഴിപാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയും കൊടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് ആ ഗുരുവായൂർ. ഓക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബും ലൈക്കും വീഡിയോസും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യട്ടെ. അടുത്ത വീഡിയോ ആയിട്ട്